മലൈക്കോട്ടെ വാലിബിനെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഹായ് ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഒരു ലോങ് വീക്കെൻഡ് ആണ്. അപ്പോൾ വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ റിപ്പബ്ലിക് ഡേക്ക് ഇവർക്ക് പല സ്റ്റേറ്റിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടാണ് ചെല്ലണം. മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അമ്മാളൂന് ആസാമും അക്കുവിന് ഗുജറാത്തും ആയിരുന്നു കേട്ടോ. ഗുജറാത്ത് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അമ്മാളൂനാണ് ആസാമീസിൻ്റെ സാരി ഡ്രേപ്പിംഗ് ആയിരുന്നു വേണ്ടിയിരുന്നത്. എനിക്കുണ്ടോ ആസാമീസിൻ്റെ സാരി ഡ്രേപ്പിംഗ് ഒക്കെ ചെയ്യാൻ അറിയുന്നത്. പിന്നെ യൂട്യൂബിൽ തലേദിവസം തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ കേരള സാരി ഉടുപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മ്യൂസിക് മാം പറഞ്ഞു കേരള സാരി ഏകദേശം ആസാം സാരി ആയിട്ട് മാച്ച് ഉണ്ടല്ലോ. അപ്പോൾ മാം പറഞ്ഞു കേരള സാരി വേറൊരു കുട്ടി കേരള ആയിട്ട് ഉടുക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ മിക്സ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു സാരി ഉടുപ്പിച്ചാൽ മതി പറഞ്ഞു. പിന്നെ ഞാൻ ഈ സാരി എടുത്തിട്ട് ആസാമീസിൻ്റെ ടൈപ്പ് സാരിയൊക്കെ ചെയ്ത് അമ്മാളിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അമ്മാളിന് ഇതുപോലത്തെ ലെഹങ്കയൊക്കെ ആവുമെന്നാണ് വിചാരിച്ചത്. സാരി ഉടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇങ്ങനെയാണ്, ഈ ഒരു ഡ്രേപ്പിംഗ് ആണെന്ന് കണ്ടപ്പോൾ ഇതെന്തമ്മ ചാക്ക് കെട്ടിയ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാ മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ ആയി. അക്കുവിന് പിന്നെ പ്രശ്നമില്ല. ഗുജറാത്തി ദാണ്ടിയ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് മതിയായിരുന്നു. അത് പിന്നെ റെൻറ്റിന് കിട്ടുമായിരുന്നു. 500 റുപ്പീസാണ് കേട്ടോ റെൻറ്റിന്. ഇവർ പിന്നെ എല്ലാ സ്കൂളിലെ ഏത് പരിപാടിക്കും രണ്ടുപേരുണ്ടാവും. ഞാൻ പറയും ഇവർ സ്കൂളിലെ കുമ്പിടികളാണ്. എല്ലാ പരിപാടിക്കും ഇവരെ കാണാം. ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, പാട്ടാണെങ്കിൽ പാട്ട്. പരിപാടിക്ക് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇതെല്ലാം നമ്മൾ ഒപ്പിക്കണമല്ലോ. ഈ ഡ്രസ്സ് ഈ പറയുന്ന പോലെ തന്നെ മാച്ചിങ്ങിലൊക്കെ കിട്ടണ്ടേ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ അതിന് യോഗയ്ക്ക് ഡ്രസ്സ് വൈറ്റ് വേറെ കളർഫുൾ ദുപ്പട്ട. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ഒപ്പിക്കാനായിട്ട് ഓടി ഓടി നടക്കണം. എല്ലാം ഒരു സ്ഥലത്തുനിന്ന് കിട്ടൂല. ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേർ ഒരു പരിപാടിക്ക് പങ്കെടുപ്പിക്കുക എന്ന് പറയണം. പാവങ്ങൾ 5:30 ആയപ്പോൾ എണീറ്റ് ഒരുങ്ങി തുടങ്ങിയതാണ് കേട്ടോ. 7 മണിക്ക് സ്കൂളിൽ എത്തണമായിരുന്നു. ലാസ്റ്റ് ഇതേ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ മ്യൂസിക് ടീം കേട്ടോ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, വലിയൊരു ബന്യാൻ ട്രീ ഉണ്ട് ഈ ഗ്രൗണ്ടിൽ. അതിന് എന്ത് രസമല്ലേ കാണാൻ. അതിന് താഴെ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട് കേട്ടോ. ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്താറ്. ഉള്ളിലാണ് ആനുവൽ ഡേക്കൊക്കെ ഉള്ളിലെ ഓഡിറ്റോറിയത്തിലാണ്. ഇങ്ങനെ ഗ്രൗണ്ട് കിട്ടുന്നത് തന്നെ പല സ്കൂളുകളിലും ഇല്ല. സിറ്റി ആയതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും ആനുവൽ ഡേ ഒക്കെ നടത്തുന്നത് വേറെ എവിടെയെങ്കിലും റെൻറ്റിന് ഓഡിറ്റോറിയം എടുത്തിട്ടാണ്. ഇവരുടെ സ്കൂളിൽ നല്ല ഗ്രൗണ്ടും അങ്ങനെയൊക്കെ ഉണ്ട്. AKG സ്കൂളാണ് കേട്ടോ, കേരള സ്കൂളാണ്. അപ്പോൾ മ്യൂസിക് കുറച്ച് കേൾപ്പിക്കാവേ. Memories in our souls. Let's salute the nation by singing this song on this Republic Day. This song belongs to 15 languages: Hindi, Assamese, Marathi, Gujarati, Bengali, Malayalam, Telugu, Kannada, Sanskrit, Tamil, Maithili, Odia, Punjabi, Rajasthani and Nepali. This song says about we are India, we love India, I am India, you are India. Jai Hind. ये देश तेरा अपना है. कनसिन तन्ना भारत ये जगत स्वर्गताने नामदाने इंद्रकल നമ്മ പുറനൊരുവിൽക്കും നം നാട്. അങ്ങനെ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പരേഡ് കാണാനിരിക്കുകയാണ് കേട്ടോ. കുട്ടികൾക്ക് നമ്മൾ അതൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ. ഇപ്രാവശ്യം കേരളത്തിന് പ്ലോട്ടൊന്നുമില്ല. എനിക്ക് ഹാപ്പി ആയ സംഭവം എന്താണെന്ന് വെച്ചാൽ 80% പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ലേഡീസാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ മോട്ടോർ ബൈക്കൊക്കെ എന്ത് രസമായിരുന്നു. ശരിക്കും അത് ജെൻസിൻ്റെ മാത്രം കുത്തകയായിരുന്നു. ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് കാണുന്ന ലേഡീസ് ചെയ്തിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഡൽഹിയൊക്കെ മിസ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. ഞങ്ങൾ ആദ്യമായിട്ട് പരേഡിന് പോയതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരും. പുലർച്ചെ തണുപ്പത്ത് 4 മണിക്കൊക്കെ എണീറ്റ് ഫുഡില്ല, ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ ഫോൺ അലോടാന്ന് തോന്നുന്നു കേട്ടോ. കുറേ പേരിലൊക്കെ ഫോൺ കണ്ടായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മകൾ. ഈ സമയത്ത് അതുപോലെ നവരാത്രിയുടെ സമയത്തൊക്കെയാണ് ഡൽഹി ശരിക്കും മിസ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അവരുടെ സ്പോർട്സ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അക്കു യോഗയ്ക്കും അമ്മാള് കരാട്ടയ്ക്കാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിലേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടാളും കൂടി ഒരു 5 മെഡലും സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ധാരാളം. ഈ പ്രായത്തിൽ എനിക്ക് അതുപോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ആർട്സിലായിരുന്നു, സ്പോർട്സിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അക്കൊരു കരാട്ടയാണ് കേട്ടോ. ആ ചികിടാപ്പി അവിടെ കിടന്ന് കാണിക്കുന്നതാണ്. അവൾ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തു, പക്ഷെ എനിക്ക് ചിരിയാണ് വന്നത് കേട്ടോ. കണ്ടു നോക്കണേ.
ചിരി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മാള് നമ്മുടെ വീട്ടിൽ കോമഡി പീസാണ്. ഭയങ്കര വിറ്റടിയാണ് അവൾ. തగ్గടിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് അമ്മാളും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരിയാണ് വന്നിരുന്നത്. എല്ലാവരും ഫ്രണ്ട്സും അവളുടെ സാറൊക്കെ ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. സ്പ്ലിറ്റ് ചെയ്തിട്ട് അവൾ മാത്രമാണ് ചെയ്തത്. സ്പ്ലിറ്റ് അവൾ കരാട്ടയ്ക്ക് പോയിട്ട് പഠിച്ചതല്ല കേട്ടോ, തന്നെ ചെറുപ്പത്തിൽ 2-3 വയസ്സുള്ളപ്പോൾ തൊട്ട് അവൾ അങ്ങനെ ഇരിക്കാറുണ്ട്. ആദ്യമൊന്നും അങ്ങനെ വെറുതെ ഇങ്ങനെ ചേട്ടന്മാർ അവരുടെ ചേച്ചിയുടെ മക്കളുണ്ട്, അവർ രണ്ടുപേരും കരാട്ട ചെയ്യായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഇവളങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചതാണ്, കരാട്ടയ്ക്ക് പോയിട്ട് പഠിച്ചതല്ല. പിന്നെ അങ്ങനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പ്രൈസൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം അല്ല അന്ന് രാത്രി റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമ്മൾ സിനിമ കാണാൻ പോയായിരുന്നു കേട്ടോ. നമ്മളവിടെ കിടന്നു ചപ്പാത്തി കോഫി. റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മള് വാലിബൻ കാണാൻ പോവാണ്. വാലിബൻ റിപ്പബ്ലിക് മലൈക്കോട്ടെ വാലിബൻ കാണാൻ പോണു എന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഡേക്ക് റിപ്പബ്ലിക് സിനിമ കാണുന്നു. അത് റിപ്പബ്ലിക് ആണെന്ന് എങ്ങനെ അറിയാം? ഫ്രീഡം ഫൈറ്റ് അല്ലേ? അതറിഞ്ഞൂടാടാ, ട്രെയിലറിൽ അങ്ങനെയൊക്കെ കണ്ടു. അതൊന്നില്ല അമ്മ ചുമ്മാ പറയുന്നത്. ഞാൻ റിവ്യൂല് അത്ര നല്ല റിവ്യൂ അല്ല കാണുന്നതൊന്നും. പിള്ളേരൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ മുന്നേ ബുക്ക് ചെയ്തത് കൊണ്ട് എന്തായാലും പോവുകയാണ്. കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഫുള്ള് നെഗറ്റീവ് റിവ്യൂ ആണ് കാണുന്നത്, എന്താണെന്നറിയില്ല. അപ്പൊ നമുക്ക് മലൈക്കോട്ടെ വാലിബൻ കണ്ടിട്ട് വരാം. ഹായ്, നമ്മളപ്പോൾ ഇന്നലെ സിനിമ കണ്ട് ഇറങ്ങിയിട്ട് പിന്നെ ഇരുട്ടായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. റിവ്യൂ പറയണമല്ലോ. അപ്പോൾ ആദ്യം ഇവിടെ LJP ഫാൻ ഉണ്ട്, ആള് പറയട്ടെ. മലൈക്കോട്ടെ വാലിബൻ എങ്ങനെയുണ്ട് ചേട്ടാ, പറയൂ. നല്ല സിനിമയാണ്. നല്ല സിനിമയാണ്. ആ മുഖം ഒന്ന് നോക്കട്ടെ. നല്ല സിനിമയാണ്. നല്ല സിനിമയായിരുന്നാ? അമ്മാള് അയ്യോ അമ്മാള് പകുതിയൊന്നും വേണ്ട, 10 മിനിറ്റ് ആയപ്പോ തുടങ്ങിയതാണ്. നമുക്ക് പോവാ. അമ്മാള് പറയാം, അമ്മാള് മലൈക്കോട്ടെ വാലിബൻ എങ്ങനെയുണ്ട്? പിന്നെ നീ ഇതിനെ 10 മിനിറ്റ് കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞേ. അത് ശരിയാ, 2018 കാണാനായിരുന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും കരച്ചില് കൂവല്, തിയേറ്റർ മൊത്തം കരച്ചിലായിരുന്നു. പോവാ. അവസാനം ടോവിനെ മരിക്കണം കൂടെ കണ്ടപ്പോ തീർന്നു അല്ലേ? അന്നത്തെ ഡേ ഫുള്ള് ഷോക്കായിരുന്നു. മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോണത്. അപ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ 2.5 മണിക്കൂർ നമ്മൾ പൈസ കൊടുത്ത് 2.5 മണിക്കൂർ അവിടെ ഇരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റോ എന്തെങ്കിലും വേണം. ഞാൻ പറയുമ്പോൾ കട്ട മോഹൻലാൽ ഫാനാണ് കേട്ടോ. തിയേറ്ററിൽ ലാലേട്ടൻ വരുമ്പോഴേക്കും കൈയടിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല. ലാലേട്ടൻ്റെ അഭിനയത്തിനെ കുറിച്ചൊന്നും പറയാമല്ലോ, നമ്മൾ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഹരീഷ് പേരടിയൊക്കെ പേരടി തന്നെയല്ലേ പേര്. പുള്ളിയൊക്കെ സ്ഥിരം ഒരു നാടക ചൊവ്വയുള്ള ഒരു ക്യാരക്ടറാണല്ലോ പുള്ളിക്ക് എപ്പോഴും കിട്ടാറ്. അതൊക്കെ തന്നെ. സുചിത്ര നായർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് തോന്നുന്നു സുചിത്ര നായർ സിനിമ, അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹീറോയിനൊക്കെ പറയുകയാണെങ്കിൽ മലയാളത്തുമുള്ള എത്രയോ നല്ല നായികമാരുണ്ട് നമ്മുടെ മലയാളത്തിൽ. എന്നിട്ട് ഇവരെന്തിനാണോ ഇങ്ങനെ ഓരോ. അതുപോലെ മാമാങ്ക സിനിമയിലൊരു ഹിന്ദി നടി ഉണ്ടായിരുന്നില്ലേ, റിച്ചിയോ, എന്തോരം നല്ല ഇങ്ങനത്തെ ഉള്ള സിനിമകളൊക്കെ വരുമ്പോൾ നല്ല മലയാളത്തിലുള്ള ശാലീനതയുള്ള തുളുമ്പുന്ന എന്തോരം നായികമാർ നമുക്കുണ്ടല്ലേ. ഏട്ടന് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടാവെന്ന് പറയാവോ? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടാവെന്ന് പറയാവോ? ക്രാഫ്റ്റോ അതൊക്കെ ശരിയാട്ടോ. മേക്കിംഗ് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ലാസ്റ്റത്തെ അല്ലേ, ഒരു സിനിമയെ കുറിച്ച് അങ്ങനെ ഫുൾ നെഗറ്റീവ് അടിക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. 1 ടൈം വാച്ചിനുള്ളതൊക്കെ ഉണ്ട്.
പക്ഷെ നമ്മളിങ്ങനെ മോഹൻലാൽ ഫിലിം എന്ന് പറഞ്ഞ് പോണത് കൊണ്ടാണ് കേട്ടോ, അവർ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ലിജോ ജോസ് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു കേരള ഒരു സിനിമയായിട്ട്, അങ്ങനെ എന്താ പറയുക, മലയാളിത്തം തുളുമ്പുന്ന സിനിമയായിട്ട് കാണാൻ പോകരുതെന്നൊക്കെ പുള്ളി തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണുമ്പോഴേ നമുക്കതറിയാം കേരളത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടോ അല്ലെങ്കിൽ കാലഘട്ടമോ അങ്ങനെയൊന്നും. കാലഘട്ടം വേണമെങ്കിൽ പറയാം അല്ലേ, പോർച്ചുഗീസുകാർ വന്ന സമയമല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ കേരളമാണെന്നോ അങ്ങനെ ഒന്നും നമുക്കത് കാണുമ്പോഴേ അറിയാം നോർത്താണെന്ന്. രാജസ്ഥാനിലാണ് ഫുള്ള് ഷൂട്ട് ചെയ്തേക്കുന്നത്, കേരള അല്ലാന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു മലയാള സിനിമ കാണുന്ന ഒരു ഇതിലെല്ലാം എടുത്തിട്ടുള്ളതെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ റിപ്പബ്ലിക് ഡേ മലൈക്കോട്ടെ വാലിബനിൽ മുങ്ങിപ്പോയി. ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ സ്പോർട്സ് ഡേ ഒക്കെ കഴിഞ്ഞു. ഇന്ന് അക്കൂനൊരു എക്സാം ഉണ്ട്, അതിനാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ പിന്നെ കടുക് വാങ്ങിക്കാനും കർപ്പൂരം വാങ്ങിക്കാനാണെങ്കിലും ഫാമിലി മൊത്തത്തിലാണ് ഇറങ്ങാറ്. അപ്പം ഇപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്. എക്സാമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പുറത്തൊക്കെ പോയി കറങ്ങി, പിന്നെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചെന്താ റിവ്യൂ പറഞ്ഞേക്കാം. അപ്പം അങ്ങനെ അപ്പം ഇനി അക്കുവിനെ വിളിച്ച് നേരെ വീട്ടിലോട്ട്. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.